ഹായ് അസ്സലാമു അലൈക്കും. സബാൽ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എൻ്റെ വീട്ടിലാണ് എല്ലാവരും നോമ്പ് തുറക്കാൻ വരുന്നത്. പൊതുവേ ഞാൻ എവിടെയാണ് നോമ്പ് തുറക്കാൻ നോക്കി നടക്കലാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും പറഞ്ഞ് ഇവിടെ നോമ്പ് തുറക്കാൻ വരുമെന്ന്. അപ്പം ഞാൻ രാവിലെ ഇതാ സാധനം വാങ്ങാൻ പോവാണ്. അപ്പോൾ വാങ്ങി വന്നിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കണം. വൈകുന്നേരം എല്ലാവരും വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെക്കണം. എങ്ങനെയാവുമെന്ന് അറിയില്ല. ഫെമീത്താനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഫെമീത്ത വരും, നോക്കട്ടെ. അപ്പോൾ ഓക്കെ, സാധനം വാങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം. അപ്പോൾ നോമ്പോറിൻ്റെ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അരി റൊട്ടി കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബീഫ് സ്റ്റൂ ആയിക്കഴിഞ്ഞു. ഇനി ബാക്കി അല്ലെങ്കിൽ നമ്മൾ ടേബിൾ മേൽ സെറ്റ് ചെയ്തിട്ട് ഇട്ടേ തരാം. ഓക്കെ. അപ്പോൾ നോമ്പ് തുറല്ല. ഇത് ഫ്രൂട്ട്സ്, കല്ലുമ്മക്കായി, ഉന്നക്കായി, കായ്പോള, ഡ്രൈ ഫ്രൂട്ട്സ്, സ്ലൈഡർ, മുട്ട ചർച്ചിപ്പത്തിൽ, ബ്രെഡ് പിസ്സ, ഫ്രൂട്ട്സ്, പിന്നെ കസ്റ്റർഡ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പം മൊത്തത്തിൽ ഇതാണ് ഗൈസ് എൻ്റെ നോമ്പ് തുറ. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. സോറി, ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആയി കഥ. നോക്കൂ, ഇവിടെ 12 മണിയായി. പക്ഷെ ഞാനിപ്പോൾ ഉറങ്ങി എണീക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഇവിടെ ഒരു നോമ്പ് തുറ കഴിച്ച് എൻ്റെ അടുത്തേക്കും മക്കൾക്കും മാത്രമാണ്. പക്ഷേ അതന്നെ ഉറങ്ങാൻ ലേറ്റായി. അപ്പോൾ എനിക്ക് രാവിലെ ഉറങ്ങി എണീച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ആ റൂമിൽ നിന്ന് നേരെ എണീച്ച് വന്നാൽ ഈ സോഫയിലാണ് ഇരിക്കുക. ഇവിടെ ഒരു 5-10 ഒരു അരമണിക്കൂറോളം ഇരിക്കുമാണ്. ഇന്നത്തെ ഡേ എന്താണ്, എങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിക്കും. ഇനി എന്താ ചെയ്യേണ്ടത് നല്ലുള്ളത്. വെറുതെ ഇങ്ങനെ ഇരിക്കും. എന്നാലാണ് എനിക്കൊരു ഇന്നത്തെ ഡേ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആലോചിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യും, എന്ത് ചെയ്യണം ഇന്ന് എന്നുള്ളത്. വീട്ടിലുള്ളപ്പം തന്നെ എന്നെ ഷോപ്പൂത്ത് വിളിച്ചിട്ടുണ്ട് ഓളപ്പുരക്ക്. ഇന്ന് എൻ്റെ മോള് നോമ്പ് തുറക്കാൻ പോകുമെന്ന് പറഞ്ഞതിനും പോലോ. അതുകൊണ്ട് ഇനിയും കൂടി വരുന്നുണ്ടേ വന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഞാൻ പോകണ്ടേ എന്നുള്ള ചിന്ത. കാരണം ഇന്നലെ നോമ്പ് തുറ ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് ഇവിടെ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട്. ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് ഇവിടെ പിന്നെയും ബാക്കിയാവും, ബാലൻസ് വരും. ഒന്നും തീരുമാനിച്ചില്ല. പിന്നെ ഒറ്റയ്ക്ക് പുറക്കിയിരിക്കുന്നതിന് നല്ലത് ഞാൻ പേർക്ക് അടങ്ങി പോയിട്ട് എല്ലാവരോടും സംസാരിക്കുകയും കളിക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ മൂഡ് ഓഫ് ആവും, ടെൻഷനാവും. കഴിയുന്നതും ആരും ഒറ്റയ്ക്ക് ഇരിക്കാണ്ടിരിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനാവുക. എന്തെങ്കിലും എല്ലാം ഉണ്ടാവുമല്ലോ. ഓരോരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ എൻ്റെ നോമ്പ് തുറൻ്റെ വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒട്ടും സമയം കിട്ടിയില്ല. എൻ്റെ വീട്ടിലാണല്ലോ നോമ്പ് തുറ. അപ്പോൾ ആർക്കായിട്ട് പക്ഷെ എന്തോ 1-2 ഞാൻ എടുത്തിട്ട് നോമ്പ് തുറൻ്റെ ഐറ്റംസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വന്ന ആൾക്കാരൊന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ടൈം ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനതെല്ലാം ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇന്നലെ ഞാൻ ഷോപ്പിൽ പോകുന്നതും രാവിലെ എണീച്ച് ഷോപ്പിൽ പോകുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ ഫുഡ് ടേബിൾ മേൽ, അതായത് നോമ്പ് തുറ ടേബിൾ മേൽ വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എന്തിനും പറയാൻ വിചാരിച്ചേ. അപ്പോൾ ഇന്നെൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ പതിവ് പോലെ ബാത്റൂം പോകണം, പല്ലേക്കണം, കുളിക്കണം, അങ്ങനെ പോവും. എന്നാലും എന്തെങ്കിലും ആയിട്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങളെ വന്നിട്ട് ഇറക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ പണി തീർക്കട്ടെ. ഓക്കെ. അങ്ങനെ എൻ്റെ മോളിതാ കുളിച്ച് മാറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓള് എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനൊരു ഓട്ടോ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി ഒരു മടി കൊണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ഓക്കൊരു ഓട്ടോ പിടിച്ചു കൊടുക്കട്ടെ.
അങ്ങനെ എൻ്റെ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി. ഇന്നലത്തതാണ് എല്ലാം ബാക്കിയുള്ളത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇന്നലത്തെ ബാക്കി സാധനങ്ങളുണ്ട്. കുടിക്കുന്ന വെള്ളം വരെ ഇന്നലെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം ഇന്ന് ഞാൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇത് വേസ്റ്റ് ആവും. പഠിച്ചോനിക്ക് നമ്മൾ ഹിസാബൊപ്പിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അൽഹംദുലില്ലാ അങ്ങനെ ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു. അല്ലാഹ്ക്ക് ശുക്ർ, ഈ നോമ്പ് നല്ല നിലയിൽ തുറക്കാനെത്തിയല്ലോ, മാഷാ അല്ലാഹ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാനും എൻ്റെ മോളും ഇതൊക്കെ എടുത്തിനെ. അസ കാണിക്ക, അസ നോക്ക്, ഉമ്മനെ കുത്തി പിടിക്കുവാ. എൻ്റെ മോൾ എൻ്റെ അടുത്ത് കിടന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് വ്ളോഗിൽ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗ് ഉഷാറാക്കാം. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.